2021 നിന്ന് 2025 എത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ പലതാണെന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിരുന്ന PV അൻവർ അതിരൂക്ഷ വിമർശനങ്ങൾ പിണറായിക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ബദ്ധശത്രുക്കളായിരുന്ന UDF-ലേക്ക് ചേക്കേറാൻ അൻവർ പഠിച്ച പണി 18 ശ്രമിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു പിടി രാഷ്ട്രീയ മാറ്റങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ വോട്ടേഴ്സിനെ സ്വാധീനിച്ചു എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. 2021 എല്ലാവർക്കും അറിയുന്നത് പോലെ അന്ന് ജയിച്ചത് PV അൻവറാണ്. PV അൻവറിന്റെ വിജയം അന്ന് അൻവറിന് ലഭിച്ചത് ആകെ പോൾ ചെയ്തതിന്റെ 46.9% വോട്ടാണെന്ന് പറയാം. അതായത് 81,227 വോട്ടുകളായിരുന്നു അന്ന് അൻവറിന് ലഭിച്ചത്. ഈ 2021 VV പ്രകാശന് അന്ന് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥി VV പ്രകാശിന് കിട്ടിയത് ആകെ പോൾ ചെയ്തതിന്റെ 45.34% വോട്ടാണ്. വോട്ടിന്റെ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 78,527 വോട്ടുകളാണ് അന്ന് UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇനി 2025 വന്നപ്പോൾ എന്ത് മാറ്റങ്ങളാണ് ഈ കണക്കിലുണ്ടായത് എന്നുകൂടി നമുക്ക് നോക്കാം. ആയാടൻ ഷൗക്കത്തിന് ഇതുവരെയുള്ള കണക്ക് പ്രകാരം 44.17% വോട്ടാണ് ആകെ ലഭിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയും സ്വരാജിന് ലഭിച്ചിരിക്കുന്നത് നോക്കുക 37.88% വോട്ടുകളാണ്. PV അൻവറിന് 11.23% വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2021 നിന്ന് 2025 എത്തുമ്പോൾ UDF-ന്റെ പോളിംഗ് ശതമാനം 45 നിന്ന് 1% കുറഞ്ഞ് ഈ കാണുന്നത് പോലെ 44.17% മാറിയിട്ടുണ്ട്. പക്ഷേ LDF-ന്റെ വോട്ടുകൾ 2021 46.9% ആയിരുന്നെങ്കിൽ അത് കുത്തനെ താഴ്ന്ന് 37.88 വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് PV അൻവർ പിടിച്ച വോട്ടുകളിൽ ഭൂരിഭാഗവും LDF വോട്ടുകളായിരുന്നു എന്ന് ഈ കണക്കുകൾ നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ UDF മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അൻവർ കൊണ്ടുവന്ന വോട്ടുകൾ അൻവർ തന്റെ പെട്ടിയിൽ തന്നെ ആക്കി എന്ന് ചുരുക്കം. അതാണ് LDF-ന് ഇത്തവണ നിലമ്പൂരിൽ തിരിച്ചടിയായത്.